എല്ലാവർക്കും ET മലയാളത്തിലേക്ക് സ്വാഗതം. 1,80,720 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് മാർക്കറ്റിൽ കൊടുക്കേണ്ട വില. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ആശ്വാസം തോന്നും. പക്ഷേ സംഗതി നിസ്സാരമല്ല. നമ്മൾ കുറച്ചുകൂടി പിന്നിലേക്കൊന്ന് ചിന്തിച്ചു നോക്കണം. ജനുവരി മാസത്തിൽ ഇതേ സ്വർണത്തിന് നമ്മൾ കണ്ട വില ഗ്രാമിന് 16,000 രൂപയ്ക്ക് മുകളിലായിരുന്നു. അന്ന് ഒരു പവന് 1,30,000 കടന്നുപോയ ഒരു സമയം നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഇന്നത്തെ ഈ 13,590 രൂപ എന്നത് വലിയൊരു ആശ്വാസമാണ്. സ്വർണ്ണവില കുറയുന്നു എന്നതിനേക്കാൾ അത് എവിടെ നിൽക്കുന്നു എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ പ്രൈസ് ഡ്രോപ്പ് കണ്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കയ്യിലുള്ള സ്വർണം ഇപ്പോൾ വിൽക്കണോ അതോ ഇനിയും കുറയുന്നത് വരെ കാത്തിരിക്കണോ എന്ന്. ഇവിടെയാണ് ട്വിസ്റ്റ് ഉള്ളത്. നമ്മൾ പലപ്പോഴും ഗോൾഡിനെ കാണുന്നത് ഒരു കല്യാണത്തിന് വാങ്ങാനുള്ള ആഭരണമായിട്ടാണ്. പക്ഷെ ഒരു ഫിനാൻഷ്യൽ ആംഗിളിൽ നോക്കിയാൽ ഇതൊരു സേഫ് ഹെവനാണ്. അതായത് ലോകത്ത് എവിടെയെങ്കിലും ഒരു യുദ്ധമോ സാമ്പത്തിക പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോൾ ആളുകൾ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നത് ഈ ഗോൾഡിലാണ്. ഇപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഓയിൽ റൂട്ടുകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും ഒക്കെ ഈ വിലയെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധ്യതയുണ്ട്. ഇതൊരു സീസോ പോലെയാണ്. ഡോളർ വീക്കാകുമ്പോൾ സ്വർണം ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് പോകും. നമ്മൾ മിസ് ചെയ്യുന്നത് ഇതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, സ്വർണം വിൽക്കണോ വേണ്ടയോ എന്ന്. വില നോക്കിയല്ല, പകരം നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം സ്വർണ്ണമുണ്ടെന്ന് നോക്കിയാണ് വിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഒരു സാധാരണ മലയാളി ഫാമിലിയുടെ പോർട്ട്ഫോളിയോ എടുത്താൽ അതിൽ 90% സ്വർണമോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റോ ആയിരിക്കും. പക്ഷേ ഇതൊരു കറക്റ്റ് രീതിയല്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. മാക്സിമം 10 മുതൽ 15% വരെ മാത്രമേ നമ്മുടെ മൊത്തം സമ്പാദ്യത്തിൽ സ്വർണം ഉണ്ടാകാൻ പാടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അമിതമായി സ്വർണമുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പകുതിയിലധികം ഗോൾഡ് ആണെങ്കിൽ, ഈ ഒരു സമയത്ത് അതിൽ നിന്ന് കുറച്ച് ലാഭം എടുക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാം. ഇതിനെയാണ് നമ്മൾ റീബാലൻസിങ് എന്ന് പറയുന്നത്. പലരും ചെയ്യുന്നത് വില കൂടുമ്പോൾ പേടിച്ച് വാങ്ങുകയും വില കുറയുമ്പോൾ പേടിച്ച് വിൽക്കുകയും ചെയ്യും. ഇതൊരിക്കലും ചെയ്യരുത്. നമുക്ക് അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ഒരു വലിയ ആവശ്യം വരുന്നുണ്ടെന്ന് കരുതുക. ഒരു വീട് പണി അല്ലെങ്കിൽ മക്കളുടെയൊക്കെ പഠനം. അങ്ങനെയുള്ളവർക്ക് ഈ ഹൈ പ്രൈസ് ഒരു നല്ല അവസരമാണ്. കാരണം മാർക്കറ്റ് എപ്പോഴും ഇതേ നിലയിൽ തന്നെ നിൽക്കണമെന്നില്ല. ഫെഡറൽ റിസർവ് അവരുടെ പോളിസികളിൽ മാറ്റുമ്പോഴോ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കുറയുമ്പോഴോ വിലയിൽ വലിയ മാറ്റങ്ങൾ വരാം. പക്ഷേ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. സ്വർണം എപ്പോഴും ഒരു ഇൻഷുറൻസ് പോലെ കൂടെ ഉണ്ടാകണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സെബി കൊണ്ടുവന്ന പുതിയ നിയമങ്ങളാണ്. ഇപ്പോൾ ഗോൾഡ് ETF-കളൊക്കെ നമ്മുടെ ലോക്കൽ സ്പോട്ട് പ്രൈസിനെയാണ് ഫോളോ ചെയ്യുന്നത്. ഇത് ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു ഗുണമാണ്. ലണ്ടൻ മാർക്കറ്റിലെ മാറ്റങ്ങൾ നോക്കി നിൽക്കേണ്ടി വരുന്നില്ല എന്നതാണ് അർത്ഥം. ഇനി നിങ്ങൾ പുതിയതായി ഗോൾഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ആഭരണങ്ങളായി വാങ്ങുന്നതിന് പകരം സോവറിൻ ഗോൾഡ് ബോണ്ടുകളോ അല്ലെങ്കിൽ ഗോൾഡ് ETF-കളോ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വെക്കാം. പണിക്കൂലിയും GSTയും ഒക്കെ കൊടുത്ത് ആഭരണം വാങ്ങി വെക്കുന്നത് ഇൻവെസ്റ്റ്മെന്റായി കാണാൻ പ്രയാസമാണ്. സംഗതി വളരെ സിമ്പിളാണ്. സ്വർണ്ണവില ഗ്രാമിന് 13,590 എത്തിയത് ഒരു കറക്ഷൻ മാത്രമായി കാണാം. ജനുവരിയിലെ ആ റെക്കോർഡ് ഹൈയിൽ നിന്ന് താഴോട്ട് വന്നതുകൊണ്ട് ഇതൊരു തകർച്ചയാണെന്ന് കരുതരുത്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം പോകാതെ നോക്കുക എന്നതാണ് പ്രധാനം. നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡ് എത്ര ശതമാനം ഉണ്ടെന്ന് ഒന്ന് കണക്ക് കൂട്ടി നോക്കണം. അത് 15% മുകളിലാണെങ്കിൽ ഒന്ന് മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാം. വിൽക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് എന്തിനു വേണ്ടി എന്നൊരു വ്യക്തത വേണം. വെറുതെ ലാഭം കിട്ടാൻ വേണ്ടി മാത്രം വിൽക്കുന്നത് എപ്പോഴും ബുദ്ധിയല്ല. പകരം ആ പണം മറ്റേതെങ്കിലും മേഖലയിലേക്ക് മാറ്റാനുണ്ടെങ്കിൽ മാത്രം ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. സ്വർണം എപ്പോഴും നമ്മുടെ ഒരു ഇമോഷനാണ്. പക്ഷെ പണത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇമോഷൻ മാറ്റിവെച്ച് കണക്കുകൾ നോക്കണം. ഇന്ന് കേരളത്തിലെ ബോർഡ് റേറ്റ് നോക്കുമ്പോൾ 1,80,720 ആണെങ്കിൽ നാളെ അത് മാറിയേക്കാം. ഈ ചാഞ്ചാട്ടം സ്വർണത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു തുക ഒറ്റയടിക്ക് ഗോൾഡിലേക്ക് ഇടുന്നതിന് പകരം സിസ്റ്റമാറ്റിക്കായി നീങ്ങുന്നതാണ് എപ്പോഴും സേഫ്. ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം മാർക്കറ്റിനെ വാച്ച് ചെയ്യുക എന്നതാണ്. വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ അഭിപ്രായം കൂടി ചോദിക്കുന്നത് നന്നായിരിക്കും. ഇനി ഒരു കാര്യം കൂടി, നമ്മൾ എപ്പോഴും ഗോൾഡിന്റെ വില പത്രത്തിൽ നോക്കുന്നത് വാങ്ങാൻ വേണ്ടിയാണ്. വിൽക്കാൻ പോകുമ്പോൾ കിട്ടുന്ന വില ബോർഡ് റേറ്റിനേക്കാൾ കുറവായിരിക്കും എന്നത് മറക്കരുത്. പണിക്കൂലിയും ടാക്സും ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ എത്ര കിട്ടുമെന്ന് കൃത്യമായി കണക്ക് കൂട്ടിയ ശേഷം മാത്രം വിൽക്കുന്നതിനെ പറ്റി തീരുമാനിക്കുക. ഓരോ രൂപയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. അത് കളയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കണം. അടുത്ത തവണ സ്വർണ്ണക്കടയിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ വിൽക്കാൻ തോന്നുമ്പോൾ ഈ ഒരു ഡിസിപ്ലിൻ നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറുമായി സംസാരിക്കുക.